എല്ലാ മലയാളി കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ നാട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോയ സമയമായിട്ടോ. അപ്പം പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത്, നിങ്ങളുടെ ട്രോളി ബാഗ് അല്ലെ ട്രാവൽ ബാഗ് നിങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ബാഗുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം, എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല. അപ്പം നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കണ്ടോ ട്രോളി ബാഗ്സ് ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ട്രാവൽ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ പോവാണ്. സോ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. നിങ്ങളൊരു ട്രോളി ബാഗ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ നോർമലി നിങ്ങളുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, അതായത് ലോങ് ഡ്യൂറേഷൻ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ, നിങ്ങളുടെ നോർമലി ഉണ്ടാകുന്ന ടിക്കറ്റിൽ ഉണ്ടാകുന്ന ബാഗേജ് അലവൻസ് 23x2, ഒരു 7-ൻ്റെ ക്യാരി ഓൺ ബാഗേജും ഒരു 5 kgs നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 2 പ്രോപ്പർ പെട്ടി വാങ്ങണം, പിന്നെ ഒരു ഹാൻഡ് ബാഗ് വാങ്ങണം, പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ബാഗും കാണും. അപ്പോൾ ഞാൻ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. അപ്പം ഞാനിപ്പം ഇവിടെ കുറച്ച് പെട്ടികളൊക്കെ ഉണ്ട്. ഇത് ഒരു വലിയ പെട്ടിയാണ്. 79 cm ആണ് ഇതിൻ്റെ വിത്ത് കണ്ടുവരുന്നത്. അപ്പം ഇതാണ് ഏറ്റവും വലിയ ബാഗ്. ഈ വലിയ ബാഗിന് മുകളിലോട്ടുള്ള സൈസിലുള്ള ബാഗ് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റത്തില്ല. അപ്പം ഇതാണ് ഏറ്റവും വലിയ ബാഗ്. അതിന് നേരെ താഴെ വരുന്ന സെറ്റ് ബാഗാണ് ഇത് രണ്ടും. പിന്നെ അതിൻ്റെ താഴെ വരുന്ന 2 ഹാൻഡ് ബാഗ്സാണ് ഇത്. പിന്നെ അത് ഞാൻ ഈ ഘട്ടം കൊണ്ടുപോകുന്ന ബാഗ്, ഈ 3 ബാഗാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഓരോന്നിനും ഓരോ ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ഓരോ കമ്പനിക്ക് ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈലും അല്ലെങ്കിൽ ഓരോ ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം ഈ പെട്ടി ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇത് നോർമൽ തുണിയുടെ ക്ലോത്ത് മെറ്റീരിയലിൻ്റെ ട്രോളി ബാഗാണ്. ഇത് വാഗനാറിൻ്റെ കമ്പനിയാണ്. എന്നുവെച്ചാൽ ഈ പെട്ടീനെ കൊണ്ടെന്ന് വെച്ചാൽ ക്ലോത്ത് മെറ്റീരിയലും പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ വരുന്നത് ഇങ്ങനെയുള്ള പോളി കാർബണേറ്റ് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് 2 ഓപ്ഷനായിട്ട് വരുന്നത്. ഇതേ സാധനത്തിൻ്റെ വലിയ പെട്ടി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള ഈ പെട്ടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള പെട്ടി ഈ ഒരു കാറ്റഗറിയിൽ എടുക്കാൻ നോക്കുക. അപ്പം ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ടാകും. നോർമലി ഒരു 3 സെറ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ 7,000 മുകളിലേക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എക്സ്പാൻഡിങ് സാധനങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉള്ള പെട്ടി വാങ്ങുമ്പോഴത്തേക്കും 9,000 10,000 മുകളിലേക്ക് വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഈ മെറ്റീരിയലിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഡ്യൂറബിളായിട്ട് ലാസ്റ്റ് ചെയ്യും. ഈ മെറ്റീരിയലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ എയർപോർട്ടിലൂടെ പോകുമ്പോൾ അവർക്ക് ഇത് വലിച്ചടയ്ക്കുമ്പോഴൊക്കെ സ്ക്രാച്ചസ് വീഴും, പൊട്ടിപ്പോവും. എൻ്റെ ഈ വട്ടം ഇതിൻ്റെ ഹാൻഡിലൊക്കെ പൊട്ടിപ്പോയി. ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടാമത് ഇവിടെ സ്റ്റിച്ച് ചെയ്യിക്കാൻ കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്തതൊക്കെയാണ്. ഓക്കെ. ആൻഡ് വേറെ കാര്യം എന്ന് വെച്ചാൽ, ട്രോളി ബാഗ് എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട നല്ല ടയർ മൂവ്മെൻറ്റുള്ള ട്രോളി ബാഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഡബിൾ സിപ്പ് വരുന്ന ട്രോളി ബാഗ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഡബിൾ സിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാണിച്ചാൽ ഈ പെട്ടി എടുക്കുന്നവർക്കാണെങ്കിൽ ഈ പെട്ടിക്ക് ഡുവൽ സിപ്പ് വരുന്നുണ്ട്. 2 സിപ്പ് ഉള്ളിൽ വരുന്നുണ്ട്. ഡുവൽ സിപ്പിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് ആരെങ്കിലും ഇത് കുത്തി തുറക്കാൻ നോക്കിയാലും പെട്ടെന്ന് തുറക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഡബിൾ സിപ്പുകളുണ്ട്. ഒരു സിപ്പിൻ്റെ അടി വേറെ സിപ്പിനും പ്രൊട്ടക്ഷൻ ഉള്ളിട്ട് തുറക്കാൻ പറ്റത്തില്ല. അതേസമയം സിംഗിൾ സിപ്പുള്ള ഈ ബാഗ് വെറുതെ ഒരു താക്കോലോ എന്തെങ്കിലും വെച്ച് കുത്തിയെ തുറന്നു വരും. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബാഗ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഹാൻഡ് ബാഗിന് വേണ്ട ബാക്കിയുള്ള ബാഗിൽ TSA ലോക്കുള്ള നമ്പർ ലോക്കുള്ള ബാഗുകൾ വാങ്ങാൻ നോക്കുക. ഇത് TSA ലോക്കല്ല, എന്നാലും നിങ്ങൾ TSA ലോക്കുള്ള വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ കേസ് എയർപോർട്ടിൽ അവർക്ക് സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കയ്യിൽ എൻ്റെ കീ ഉണ്ടാവും. അതുകൊണ്ട് അവർ തുറന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ഇത് പിന്നെ അവർ ബ്രേക്ക് ചെയ്തിട്ട് അവർ നോക്കുള്ളൂ. അപ്പോൾ പിന്നെ പ്രശ്നമാവും. അപ്പോൾ TSA ലോക്കുള്ള സാധനം മേടിക്കാൻ നോക്കുക. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടും പെട്ടിയുടെ കാര്യങ്ങൾ. പെട്ടി പൊതുവേ നല്ല കമ്പനികൾ പറയുകയാണെങ്കിൽ അമേരിക്കൻ ടൂറിസ്റ്റ് നല്ല കമ്പനിയാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ
കാമിലിയൻ എന്ന് പറഞ്ഞ സബ് ബ്രാൻഡാണ്. അത് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ തന്നെ ബാഗാണ്. പിന്നെ സഫാരി ഉണ്ട്, സ്കൈ ബാഗ് ഉണ്ട്, വാഗനാർ ഉണ്ട്, പിന്നെ ഉള്ളത് സ്കൈ ബാഗ്, പിന്നെ VIP ബാഗുണ്ട്. അങ്ങനെ നല്ല നല്ല കമ്പനികളിൽ നോക്കിയിട്ട് നഷർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അങ്ങനെ നല്ല നല്ല കമ്പനികൾ നോക്കി ആമസോണിനോ അല്ലെങ്കിൽ ഏതൊരു മോളിൽ നിന്നൊക്കെ പോകുമ്പോൾ കോംബോ ഓഫറായിട്ട് എടുക്കുക. അപ്പോൾ അതാണ് മെയിൻ കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ എന്തൊക്കെയാണ് പാക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് കാര്യം കാണിച്ചു കേട്ടോ. സോ ഗൈസ്, അപ്പം നിങ്ങൾ പാക്കിങ് തുടങ്ങേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നാണോ ട്രാവൽ ചെയ്യേണ്ടത് അതിന് ഒരു ദിവസം മുൻപ് തന്നെ നിങ്ങൾ പാക്കിങ് തുടങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നൊരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിത് ചെയ്യണമെന്ന് നിർബന്ധമില്ല, എന്നാലും ചെയ്യുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ടോ ആ ഐറ്റംസൊക്കെ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു ബെഡിലോ അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എത്രത്തോളം ഐറ്റംസ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, എന്തൊക്കെ ഐറ്റംസാണ് വലിയ വോളിയമുള്ള ഐറ്റംസ്, എന്തൊക്കെയാണ് ചെറിയ ഐറ്റംസ്, നിങ്ങളത് എങ്ങനെ ഏത് ബാഗിൽ വെക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. കാരണം നിങ്ങൾ കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇനി ബാക്കിയുണ്ട്. അപ്പം കുറേ ഐറ്റംസ് ഒന്നും മിസ്സാകാതിരിക്കും. അപ്പം എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാനുണ്ടോ അതൊക്കെ അറേഞ്ച് ചെയ്തൊരു ബെഡിലോ, ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചേക്കുന്ന പോലെ ബെഡിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അച്ചാർ പാക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അച്ചാർ പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പാക്ക് ചെയ്തിട്ടും നമ്മുടെ സ്ഥലത്ത് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ അത് ലീക്കായിട്ടുണ്ടാവും. അത് പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ പോകുമ്പം അച്ചാറിന് ലീക്കാകാനുള്ളൊരു ടെൻഡൻസി, പ്രഷർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അച്ചാറിൻ്റെ നല്ലൊരു കുപ്പി വാങ്ങുക അച്ചാറിട്ട് വെക്കുമ്പോൾ. പിന്നെ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇത്ര നാളും പ്രവാസികളായി പോകുമ്പോൾ എനിക്കറിയാം അവരെന്തൊക്കെ എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നതൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളവരൊക്കെ പാക്ക് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്താണ് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം പ്ലാസ്റ്റർ ഇട്ട് നിങ്ങളുടെ അച്ചാറിൻ്റെ ടോപ്പ് സീൽ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് റാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ പിന്നെയും പ്ലാസ്റ്റർ ഇട്ട് റാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങളുടെ അച്ചാർ ലീക്ക് ആകുവാണെങ്കിൽ തന്നെ നിങ്ങളുടെ ലീക്കാകുന്ന ആ ഒരു എണ്ണയും പിന്നെ അതിൻ്റെ ആ മുളകിൻ്റെ വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ടിഷ്യൂ പേപ്പർ സക്ക് ചെയ്തെടുത്തോളൂ, ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ പിന്നെ നിങ്ങളുടെ തുണികളിലേക്കോ അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളിലേക്കോ അത് പടില്ല. പിന്നെ അതൊരു എയർ ടൈറ്റ് സീൽഡ് പാക്കിലും കൂടെ അത് നിങ്ങൾ ഇടുവാണെങ്കിൽ തന്നെ നിങ്ങൾ സേഫായിട്ട്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എയർപോർട്ടിൽ ചിലപ്പം അവർ വലിച്ചെറിയുമ്പോഴൊക്കെ അച്ചാറിൻ്റെ കുപ്പീൻ്റെ അടപ്പ് പൊട്ടുകയോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ കാരണം ലീക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറെ കാര്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, പ്രത്യേകിച്ച് കാനഡയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദൂരെയുള്ള കൺട്രീസിൽ, അതായത് എബ്രോഡിൽ ഇപ്പോൾ UK പോവുകയാണ് അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ, അയർലൻഡൊക്കെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്തൊക്കെ സാധനമാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ അച്ചാറുകൾ പലതരത്തിലുണ്ടാവും. നിങ്ങൾ ബീഫ് ഉണ്ടാവും, മീനുണ്ടാവും, വെജിറ്റബിൾസ് മാങ്ങയുണ്ടാവും, ലെമൺ, അങ്ങനെ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ടാവും. അച്ചാർ പൊടികളുണ്ടാവും, കറി പൗഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ലേബൽ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഐറ്റംസ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുപോകുന്നതല്ലായിരിക്കും. അപ്പം ഞാൻ ഈ വട്ടം വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് എടുത്തു കൊടുക്കണമെങ്കിൽ എനിക്ക് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എവിടെയാണ് സംഭവം, ഇത് ആരുടെയാണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് എഴുതി വെച്ചു, ഇത് ഇന്ന ആൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെ ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ, ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ ബാഗ് ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവരകത്തുനിന്ന് തുറക്കുവാണെങ്കിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇന്ന ഐറ്റം എന്ന് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. എന്ത് ഐറ്റമാണത്, എന്ത് കറി പൗഡറാണത് എന്ന് ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ, എപ്പോഴും പെട്ടിയുടെ അടിവശത്തും മുകൾ വശത്തും തുണി വരുന്ന രീതി പാക്ക് ചെയ്യുക. അതാകുമ്പോഴത്തേക്കും ഇൻ കേസ് നിങ്ങളുടെ പെട്ടി ഒരു ഹൈ ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ തന്നെ നടുക്കുള്ള സാധനങ്ങളൊന്നും പൊട്ടിപ്പോകാതെ, ഫ്രജൈലായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാതിരിക്കും. സോ എപ്പോഴും നിങ്ങളുടെ പെട്ടിയുടെ അടിവശവും മുകൾ വശവും തുണി ഇട്ട് നിറയ്ക്കുക. പിന്നെ സൈഡ് വശത്തും നിങ്ങളുടെ ചെറിയ ചെറിയ തുണി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇമ്പാക്റ്റിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാതെ പോകും. പിന്നെ നിങ്ങൾ സ്പേസ് യൂട്ടിലൈസേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വലിയ വലിയ ഐറ്റംസ്, ലാർജ് വോളിയമുള്ള ഐറ്റംസ് ഉണ്ടാവില്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് കാസറോൾ എടുക്കുന്നുണ്ട്, പിന്നെ അപ്പച്ചമ്പൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതിൻ്റെ അകത്ത് ഈ പൊടിയുടെ ഐറ്റംസ് അല്ലെങ്കിൽ ഞാൻ ചെറിയ ചെറിയ തുണികൾ, ഇപ്പോൾ ഷൂവിൻ്റെ അകത്ത് ഞാൻ സോക്സ് തിരികെ കയറ്റി വെച്ചായിരുന്നു. അതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളെപ്പോഴും ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് ആ ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് നിറച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇലക്ട്രോണിക് ഐറ്റംസ്, എന്തൊക്കെ ഇലക്ട്രോണിക്സ് ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ ലാപ്ടോപ്പ് ബാഗിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക.
അത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവും. ചിലപ്പം ക്യാമറാസിൻ്റെ ബാറ്ററീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ലെൻസുകളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ വയറുകളുണ്ടാവും, ചാർജിങ് കേബിൾസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ചെറിയ ബാഗിനകത്തിട്ട് ലാപ്ടോപ്പ് ബാഗിൽ വെക്കുകയാണെങ്കിൽ എയർപോർട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് ഇതെല്ലാം എടുത്ത് പുറത്തൊരു ട്രെയിലേക്ക് ഇടാൻ പറയും അവർ. അപ്പോൾ ഇതൊരു ബാഗിലാണെങ്കിൽ, അതായത് ചെറിയൊരു പ്ലാസ്റ്റിക് ബാഗിലാണെങ്കിൽ അത് ഒരു ഒറ്റയടിക്ക് നിങ്ങൾക്ക് എടുത്ത് പുറത്ത് വെച്ച് അത് അവർക്ക് മെഷീനിലൂടെ കടത്തി വിടാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം വലിച്ച് വാരിയിട്ട് അവസാനം അതെല്ലാം കെട്ടുപിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐറ്റംസൊക്കെ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇലക്ട്രോണിക് ഐറ്റംസ്, ചെറിയ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ എപ്പോഴും അതൊരു ബാഗിനകത്താക്കി ഓർഗനൈസ് ചെയ്തിട്ട് പാക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഡ്രസ്സ് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ എപ്പോഴും കരുതണം. കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലെയർ ഉണ്ടെങ്കിൽ ഹാൻഡ് ബാഗിൽ നിങ്ങൾക്കൊരു ടവലും പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് എടുക്കുക. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ആ ഡ്രസ്സ് എന്തെങ്കിലും സ്പില്ലാവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേർത്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ മാറ്റുവാനും പിന്നെ നിങ്ങൾക്കൊന്ന് ഫ്രഷ് ആകാനും സാധിക്കും. എപ്പോഴും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ലാപ്ടോപ്പ് ബാഗിൽ വെക്കണം. കാരണം അത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് സൂക്ഷിക്കണം. ഇൻ കേസ് നിങ്ങളുടെ ലഗേജ് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെ പാക്ക് ചെയ്താലും, നമ്മൾ വീട്ടിൽ നിന്ന് പൊതുവേ പാക്ക് ചെയ്യുമ്പോൾ, ഞാൻ പാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് സഹായിച്ചു. ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ആൽവിൻ, മാത്യൂസ്, ജെറനൊക്കെ വന്നാണ് സഹായിച്ചത് എന്നെ പാക്ക് ചെയ്യാൻ വേണ്ടി. ആ ഒരു വഴിയായിരുന്നു പാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവന്മാരാണ് ഇതെല്ലാം തൂക്കി നോക്കിയത്. അപ്പോൾ ഞാൻ തൂക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ മാനുവലായിട്ടുള്ള വെയിങ് മെഷീനിലാണ് ഇത് തൂക്കിയത്. അപ്പം തൂക്കത്തിൽ വേരിയേഷൻസ് ഉണ്ടാകും. കാരണം ഡിജിറ്റൽ വെയിങ് മെഷീനിൽ തൂക്കുമ്പം ഡിജിറ്റൽ സ്കെയിലിലെ തൂക്കവും മാനുവൽ സ്കെയിലിലെ തൂക്കവും ഡിഫറെൻ്റ് ആയി വരും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിജിറ്റൽ സ്കെയിലിൽ തൂക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ മാനുവലാണ് തൂക്കുന്നത്. അപ്പോൾ വീട്ടിൽ മാനുവലാണ് തൂക്കുന്നതെങ്കിൽ എപ്പോഴും 500 ഗ്രാമിൻ്റെ ഗ്യാപ്പ് നിങ്ങളുടെ പെട്ടിയിൽ വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പം ഇൻ കേസ് വെയിറ്റ് എങ്ങാനും കൂടിപ്പോയാൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും ട്രാവൽ വീഡിയോസിനും പറയുന്ന കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബാഗ് നിങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് റാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും 10,000 രൂപ കൊടുത്തിട്ടാണ് ഒരു സെറ്റ് ഓഫ് ബാഗ് വാങ്ങുന്നത്. അപ്പോൾ അത് റാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലീനായിട്ട് നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ അവർ ഇൻ കേസ് വലിച്ചെടുത്ത് എറിയുവാണെങ്കിൽ തന്നെ ബാഗിന് പൊട്ടലോ കീറലോ ഒന്നും വരാതിരിക്കും. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഈ പാക്കേജിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെ ലിസ്റ്റാണ് കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചിട്ടുണ്ടാവും. ഞാൻ മുൻപ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഐറ്റംസാണ് കാനഡയിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് സ്റ്റഡി ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഈ പെട്ടിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്കിലും എനിക്ക് പൊതുവെ കിട്ടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രോ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റമായിട്ടുള്ള ലാപ്ടോപ്പോ ഫോണോ വാങ്ങിയിട്ട് വരണം എന്നുള്ള ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ ഉത്തരം ഇതാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ബൈ ഫ്രം വെർ യു ലാൻഡ്. അതായത് നിങ്ങൾ ഏത് രാജ്യത്താണ് വരുന്നത് അവിടെ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ ഗ്യാരണ്ടിയോ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവിടുത്തെ ഇൻഷുറൻസ്, പിന്നെ അവിടുത്തെ പ്രോപ്പർ പ്രൈസിങ്ങും ഡിസ്കൗണ്ടുള്ള ദിവസങ്ങളിൽ വാങ്ങുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡീൽസ് കിട്ടും. നാട്ടിലേക്കാളും ഒട്ടുമിക്ക സമയത്തും ഇവിടെ വിലക്കുറവാണ് ഇലക്ട്രോണിക് ഐറ്റംസിന്. പിന്നെ ക്ലോത്തിങ്ങിൽ ജാക്കറ്റിൻ്റെ കാര്യം, നിങ്ങളുടെ ഡിസംബറോ അല്ലെങ്കിൽ ജാൻ ഇൻടേക്ക് അല്ലെങ്കിൽ വിൻ്റർ ടൈമിൽ വരുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജാക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജാക്കറ്റ് 3-4 കിലോ വരുന്ന ജാക്കറ്റൊക്കെ പൊക്കിക്കൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജാക്കറ്റ് ആ വിൻ്ററിന് മുൻപേ പോയി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, കിച്ചൺ ഐറ്റംസ് അല്ലെങ്കിൽ കിച്ചൺ യൂട്ടാൻസിൽസ് ഒക്കെ എന്തെങ്കിലും വാങ്ങണോ എന്ന് ചോദിക്കുന്നത് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കുക്കർ വാങ്ങുക. പിന്നെ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രം, ഒരു ഫ്രൈയിങ് പാൻ, പിന്നെ വേണ്ടുന്ന കട്ട്ലറീസും കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്കൊന്നും കിച്ചൺ ഐറ്റംസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡൊക്കെ കൊണ്ടുവരാം. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇവിടുന്ന് വാങ്ങുവാൻ സാധിക്കും. അത്രയൊക്കെയുള്ളൂ മെയിനായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതിനകത്ത്, ഈ വീഡിയോയ്ക്കകത്ത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടും ഓരോ ചെക്ക് ലിസ്റ്റ് ഐറ്റംസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഒരുപാട് പേര് അവരുടെ റിവ്യൂസും ചെക്ക് ലിസ്റ്റും ഐറ്റംസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗൂഗിളിനകത്ത്. പിന്നെ അതുകൂടാതെ എൻ്റെ പാക്കിങ്ങിൻ്റെ അല്ലാതെ എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ യൂട്യൂബിൽ വാച്ച് ചെയ്യുക. ഞാനത് പിൻ ചെയ്തുതരാം, ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിൻ ചെയ്തുതരാം. ആൻഡ് അത്രയൊക്കെയുള്ള ഗൈസ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് കരുതുന്നു. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അപ്പം നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ നിന്നും കാനഡയിലേക്ക് വരുന്ന യാത്രയായിരിക്കും ആ വീഡിയോ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. സോ ഐ വിൽ ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഡോണി ടോജോ സൈനിങ് ഔട്ട്. ബൈ ബൈ.